തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും കൊടിയ അനാസ്ഥയെന്ന് പരാതി. കാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്രപ്രസാദിന്റെ മുറിവിൽ പുഴുവരിച്ചു. ഐസിയുവിൽ ചികിത്സയിലിരിക്കെയാണ് മുറിവ് പഴുത്ത് പുഴുവരിച്ചത്. സംഭവം ഡോക്ടർമാരെ അറിയിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയെന്നും രാജേന്ദ്രപ്രസാദിന്റെ കുടുംബം ആരോപിക്കുന്നു. അനു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്രപ്രസാദിന് അപകടം സംഭവിക്കുന്നത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കും മറ്റൊരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടത് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് സ്വകാര്യ ആശുപത്രിയായ ഗോകുലം ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവിടെയും അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ അദ്ദേഹത്തെ 28-ാം തീയതിയോടുകൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും തുടർന്ന് ഈ പറയുന്ന ബന്ധുക്കളടക്കമുള്ളവരോട് ഐസിയുവിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് അദ്ദേഹത്തെ ബന്ധുക്കൾ സന്ദർശിക്കുന്ന വേളയിലാണ് ഇദ്ദേഹത്തിൻ്റെ കാല് പുഴുവരിച്ച നിലയിൽ കണ്ടത്. ബാൻഡേജിൽ നിന്ന് പുഴു പുറത്തേക്ക് ചാടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. എന്താണ് അച്ഛനിവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി 11:30 മണിക്കാണ് ഇത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ഐസിയുലേക്ക് മാറ്റി അവിടെ കിടക്കുമായിരുന്നു. അപ്പം എൻ്റെ മോനാണ് കൂടെ നിൽക്കുന്നത്. അപ്പം മോൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാലിൻ്റെ അവിടെ ബെഡിൽ പുഴുവിനെ കണ്ട്. അങ്ങനെ മോൻ അത് കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ പുഴു വീണുകൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പുഴു. അപ്പോൾ തന്നെ മോൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇത് കണക്ക് അച്ഛൻ്റെ കാലിൽ പുഴു ഉണ്ടെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ല, അത് വന്നോളും, ഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരാരും വന്ന് നോക്കേ അത് എന്താണെന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ വീണ്ടും മോൻ ചെന്ന് പറഞ്ഞു, ഇത് കണക്ക് അച്ഛന് പുഴുവാണോ നോക്കാൻ പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു. ഒരു മരുന്ന് എഴുതി കൊടുത്ത് മോൻ വന്നത് മരുന്നും മേടിച്ച് മേളിൽ കൊണ്ട് ചെന്നു. പുറത്തുനിന്നാണോ വാങ്ങിച്ചത് അതോ ഇവിടെ തന്നെ? പുറത്തുനിന്നാണ് മരുന്ന് മേടിച്ചത്. പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് അവിടെ കൊണ്ട് സിസ്റ്ററിനെ കൊടുത്തിട്ടും അവർ ആ മരുന്ന് വാങ്ങിച്ച് വെച്ചല്ലാതെ അല്ലെങ്കിൽ അത് വന്ന് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വന്നപ്പോഴും അച്ഛൻ ആ കിടന്നടുത്ത് എങ്ങനെ അവർ കൊണ്ടുവന്ന് കിടത്തിയോ അതേപോലെ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾ വന്നത് പൊതുക്കി നോക്കിയപ്പോൾ അത് മൊത്തം പുഴുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ നിന്നൊരു ഡോക്ടർ വന്നിട്ട് ഡോക്ടറുമായിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് മുഷിഞ്ഞു. കാരണം ആ ഒരു അവസ്ഥയിൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. കാരണം നമ്മുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. നമുക്കത് കാണുമ്പോൾ വിഷമമുണ്ട്. ആ മനുഷ്യനെ ഒരുപാട് വേദന തിന്ന് അവിടെ കിടക്കുന്നത്. അവരൊന്നും ചെയ്തില്ല. ആ അഞ്ച് ദിവസമായി അതിനകത്ത് കെട്ടിവെച്ച അത് ഒരുമാതിരി പച്ച കളറായി. 3 മണിക്ക് ഇറക്കിയ അച്ഛനെ ഇപ്പം 8:30 മണിക്കാണ് ഇപ്പം ഈ ക്ലീൻ ചെയ്യാൻ. അത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ വന്നില്ല, ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതും ചെയ്യില്ലായിരുന്നു. അവിടെ അച്ഛൻ അത് അവിടെ തന്നെ കിടന്ന് പുഴുവരിച്ച് അവിടെ കിടന്നേനായിരുന്നു. ഭരണം മാറിയെങ്കിലും സിസ്റ്റത്തിന്റെ സംവിധാനങ്ങളൊന്നും ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. എന്തായാലും വളരെ വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായത്. മണിക്കൂറുകളായിട്ടും പുഴുവരിച്ച രോഗിയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഡോക്ടർമാരാരും തയ്യാറായില്ല എന്നത് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശക്തമായ നടപടിയുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്.